ഹലോ ഹായ് ഡിയേഴ്സ്. ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുന്ന റെസിപ്പി വീഡിയോയും കൂടെയാണ്. കൂടെ കുറച്ച് വീട്ടുവിശേഷങ്ങളും ഞാൻ പറയുന്നുണ്ട്. ബോറടിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അപ്പോഴേ ഈ ബോറടി ഒഴിവാക്കാൻ വേണ്ടി വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ ഞാൻ ഉറക്കം എണീച്ച് വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, അമ്മ നേരത്തെ എണീച്ച് അടുക്കളയിലൊക്കെ കയറി പാചകം ചെയ്ത് തുടങ്ങി, ചായയൊക്കെ ഇട്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് കാപ്പി. അപ്പോൾ ഞാൻ ഇന്നലെ സാമ്പാറിനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അമ്മ മാവ് കലക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ പോയി പല്ല് തേച്ചിട്ട് വന്ന ഉടനെ എനിക്ക് ചായ കുടിക്കണം. അങ്ങനെ സാധാരണ അമ്മ ഇല്ലെങ്കിൽ ജോലിയുടെ ഇടയ്ക്ക് നിന്നുകൊണ്ടൊക്കെയാണ് ചായ കുടിക്കുന്നത്. അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ വിശാലമായിട്ട് പോയി ഇരുന്ന് ചായ കുടിച്ചു. അപ്പോൾ അമ്മയും ചായ കുടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൂടെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ പോയി വിശാലമായിട്ട് ഇറത്ത് ഇരുന്നാണ് ചായ കുടിച്ചത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേച്ചി ഇന്നലെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന ചക്ക വറുത്തത് അവിടെ ടിന്നിലിട്ട് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ ഈ സമയത്ത് ചായ മാത്രമേ കുടിക്കാറുള്ളൂ. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് തിന്നണോ തോന്നി. അങ്ങനെ അതിൽ നിന്ന് തോന്നിയൊന്നുമല്ല, 2-3 എടുത്ത് ഞാൻ ചായയുടെ കൂടെ കഴിച്ചു. ഒരുപാട് തിന്നാൽ നമുക്ക് വീണ്ടും തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു സാധനമാണ് ചക്ക വറുത്തത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് എൻ്റെ മോൾ ഇന്നലെ വല്യച്ഛൻ്റെ അടുത്ത് കിടക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ വല്യച്ഛൻ്റെ അടുത്ത് പോയി കിടക്കുകയായിരുന്നു അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ രാവിലെ ചേട്ടൻ ഉണർന്നപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴൊരാൾ പനിയൊക്കെ മാറിയോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്ന് തൊട്ട് നോക്കി. അപ്പോൾ ആൾ പറയുന്നത് തലകറക്കം ഉണ്ടെന്നാണ്. അങ്ങനെ അവനെയും പല്ല് തേപ്പിച്ച് ആഹാരമൊക്കെ കൊടുത്തിട്ട് ഞാൻ മോളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിക്ക് 8:45 വാൻ വരും. അപ്പോൾ അതിനു മുമ്പ് പെട്ടെന്നൊന്ന് അവളെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ഒരു കൊമ്പ് കെട്ടിക്കൊടുത്തപ്പോൾ അവൾക്ക് ആ കൊമ്പ് വേണ്ട, അവൾക്ക് 2 സൈഡും കൊമ്പ് കെട്ടണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നേരെ ഇല്ലെങ്കിലും ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെക്കൊണ്ട് അവൾ 2 വശം കൊമ്പ് കെട്ടിച്ചിട്ടേ അവൾ പോയുള്ളൂ. അങ്ങനെ കൊച്ചുങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അമ്മമ്മ ഉള്ളതുകൊണ്ട് അവൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പോയത്. കാരണം വീട്ടിൽ വരുമ്പോൾ അമ്മ കാണുമല്ലോ എന്നുള്ളൊരു ഭയങ്കര ഹാപ്പിയിലാണ് അവൾ പോയത്. അങ്ങനെ പിള്ളേരൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന ഉടനെ മീൻകറി റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്ത് തൊലി കളഞ്ഞ് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കും. ഒരിക്കലും കരിക്കരുത്, കരിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം ഇത്ര പുളി ഞാൻ വെള്ളത്തിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ നല്ലതുപോലെ പഴുത്തൊരു തക്കാളിയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ അരിഞ്ഞിടുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കും. അപ്പോൾ അത് ആദ്യം നമുക്ക് വേണമെങ്കിൽ ഈ പുളിവെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ച് അതിൽ നന്നായിട്ട് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിന് ശേഷം തുറക്കുമ്പോൾ നല്ലൊരു മണം വരും, ഭയങ്കര മണമാണത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. മീനൊക്കെ നമ്മൾ വിറകടുപ്പിൽ വെക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എങ്കിൽ നന്നായിട്ട് നെയ്യൊക്കെ തെളിയുള്ളൂ. അങ്ങനെ ഞാൻ എന്തായാലും അടുപ്പ് കത്തിക്കുന്ന പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ അടുപ്പ് കത്തിച്ചത് കൊണ്ട് കത്തിക്കാൻ വലിയ പാടില്ല. ഇല്ലാന്ന് ഞാൻ 1 ലിറ്റർ മണ്ണെണ്ണയൊക്കെ അടുപ്പിൽ ഒഴിച്ചാണ് സാധാരണ അടുപ്പ് കത്തിക്കാറ്. ഇതിപ്പോൾ കണലുള്ളത് കൊണ്ട് ജസ്റ്റ് നമ്മളൊരു തീപ്പെട്ടി കത്തിച്ചിട്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് കത്തി. ഇനി നമ്മൾ അതിലേക്ക് കറിച്ചട്ടി എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. കറിച്ചട്ടി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയ ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായ ശേഷമാണ് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കടുക് വറുക്കുന്നത്. ഇതിൽ ഞാൻ ചുവന്ന ഉള്ളി കടുക് വറുക്കാൻ ഇടുന്നില്ല. കാരണം ഞാൻ മീൻ അരച്ച കൂട്ടിലേക്ക് ഞാൻ ഒരുപാട് ചെറിയ ഉള്ളി അരച്ചത് കൊണ്ട് ഞാൻ ചുവന്ന ഉള്ളി ഇതിനകത്ത് ഇടുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇടാം. അല്ലാതെ തന്നെ വേറൊരു രീതിക്ക് വയ്ക്കും. ഇങ്ങനെ കടുക് വറുത്തിട്ട് ചെറിയ ഉള്ളി, തക്കാളി ഇതിലൂടെ വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇടുന്നവരുമുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് കടുക് വറുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ചേർക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ജാറും കൂടെ കഴുകി ഇതിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ പൊടിയുപ്പും ഇട്ട് നന്നായിട്ട് ബാക്കിയുള്ള പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കും. അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ
ഞാൻ ഇതിനകത്തേക്ക് മീൻ ഇടാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. പക്ഷേ ഇന്നലെ കിട്ടിയ നല്ല മീനായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഇത് നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടച്ച് വെക്കാം. ഒന്ന് തിളച്ച ശേഷം നമുക്ക് മീനിടാം. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറ്റിച്ച ശേഷം നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറി നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മീൻകറി റെസിപ്പി. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.